2 ചായ നമുക്ക് കായണ്ടാ? കാശ് പിന്നെ തരാന്നേ. എന്നാ പിന്നെ കുടിച്ചാ മതി. എന്നും അവര് കാശ് തന്ന് കുടിച്ചിരുന്നവരല്ലേ പാപ്പ? കുറച്ചു ദിവസം കടം പറഞ്ഞെന്ന് കരുതി. അതിന് നിന്റെ ബാപ്പ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോടാ ഇവിടെ? കമ്പനി പൂട്ടി ഇവിടെ കച്ചവടം ഇല്ലാണ്ടായി. എങ്കിലും സ്ഥിരമായിട്ട് വരുന്നവരോട് മുണ്ടരുതെന്ന്. ഈ നാട്ടിലെ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കി നീ നിന്റെ നേതാവും കൂടെ. തോട്ടങ്ങി കമ്പനി പണിയില്ല, പാടത്ത് കൃഷി ചെയ്യാൻ വയ്യാതായി. ഒക്കെ നിന്റെ ഗുണമാടാ. കൃഷി ചെയ്യാൻ പറ്റാത്തത് ബാപ്പയ്ക്ക് മാത്രമാണ്. വിവരമുള്ളൊരു കൃഷിയുണ്ട്. അപ്പൊ നമുക്ക് വിവരമില്ലെന്നല്ലേ? അല്ല, ബാപ്പയ്ക്ക് മാത്രമേ അബദ്ധം പറ്റിയുള്ളൂവെന്ന്. ഈ നാടിനെ പിഴിഞ്ഞു കുടിക്കുന്നവനാണ് ആ മുതലാളി. ഇന്നും അയാളാണ് ബാപ്പയ്ക്ക് വലുത്. എന്നിട്ടിപ്പോ എന്ത് കിട്ടി? കയ്യിലിരുന്ന കാശും പോയി, ഭൂമിയും പോയി. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ബാപ്പ ചെയ്യുന്ന ദ്രോഹമാണ്. ബാപ്പ ഇനി മുണ്ടി പോരുത് ഇവിടെ. നിങ്ങൾക്ക് ആർക്കും ഒന്നും അല്ലെങ്കിലും മുതലാളി ഞമ്മക്ക് വലുതാടാ. ആ മുതലാളിയെ കുറ്റം പറയണം നിന്റെ വാക്ക് ഞമ്മക്ക് കേൾക്കണ്ട. നിന്നെ കാണുകയും വേണ്ട. ഇറങ്ങാ പുറത്ത്. ഞാൻ ഇറങ്ങിയാണ്. ബാപ്പ സത്യം മനസ്സിലാക്കിയിട്ടേ ഇനി ഞാനിവിടെ കാലുകുത്തു. ഇറങ്ങാൻ പോ. ശിവൻ എന്ത് പറഞ്ഞാലും ഞാൻ എന്നെ കടയിലേക്കില്ല. നാട്ടുകാർ എന്നെയാണ് കളിയാക്കുന്നത്. നാട്ടുകാരുടെ മുഴുവൻ തെറ്റുകരുത്തം നടക്കുന്ന എനിക്ക് എന്റെ ബാപ്പയെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്ന് തോന്നാലോ? അതെല്ലാം അങ്ങ് ശരിയാകും ജമാലെ. പക്ഷെ ബാപ്പയോട് പിണങ്ങരുത്. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം കൊണ്ട് എന്തെങ്കിലും പറയുന്നു വെച്ചാലും ജമാൽ എന്ന് വെച്ചാൽ ജീവനാ മമ്മൂക്ക്. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ ബാപ്പ എനിക്കും വലുതാണ്. പക്ഷേങ്കില് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വരെ ഞാനിനി അങ്ങോട്ടില്ല. വരട്ടെ. എവിടേക്ക്? ഇതെന്റെ നാടല്ലേ. ഇവിടെ എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങാം. രാത്രി ആൽത്തറയിലോ മറ്റെവിടെ ഉറങ്ങണം. താൻ എന്താണോ കൊച്ചു കുട്ടികളെ പോലെ തുടങ്ങുന്നത്? കടയിലേക്കാണെ പോയിക്കോ. അതല്ലെങ്കിൽ താൻ ഇവിടെ കഴിഞ്ഞോണം. അത് വേണ്ട. അതെന്താ? ഇവിടെ കിടന്ന് ഉറക്കം വരില്ല. ജമാൽ എന്നെ ഒരു അന്യനായിട്ടാണോ കണക്കാക്കുന്നത്? പാടും വാ. എന്താ നന്ദിനിക്കുട്ടി? ഞാൻ രവിയേട്ടനോട് പിണക്കോ? കാരണം? അന്ന് എന്നെ കണ്ടിട്ട് നിന്നില്ലല്ലോ. എന്ന് ഞാൻ കണ്ടില്ലല്ലോ. ഇല്ലേ? ഇല്ല. എന്റെ നന്ദിനിക്കുട്ടിയാണ് സത്യം. ഞാൻ കണ്ടില്ല. എന്നാലേ ഒരു കാര്യം പറയാനുണ്ട്. പറയൂ. സ്വകാര്യമാണ്. വരൂ. നന്ദിനിക്കുട്ടി പറയൂ. അച്ഛനോട് കല്യാണത്തെ പറ്റി പറഞ്ഞു. പറഞ്ഞിട്ടില്ല. എന്താ? എനിക്ക് വിശേഷമുണ്ട്. അച്ഛനോട് വേഗം പറയണം. അച്ഛൻ ശരി, നീ കുറച്ചുകൂടി ക്ഷമിക്കൂ. നല്ല നേരം നോക്കി അച്ഛനോട് പറയാം. അതുവരെ ഇതാരോടും പറയണ്ട. ഞാൻ വരട്ടെ. ഇപ്പൊ ആരും ഭൂമി വിട്ടുകൊടുക്കില്ലെന്നാ പറയുന്നത്. ആരോടാ കളിക്കുന്നത്? ഭൂമി ഒഴിപ്പിക്കില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത്? അതെല്ലാം കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ എന്റെ വെളിച്ചപ്പാടെ. മതിയല്ലോ. മുതലാളി തീരുമാനിക്കുന്നതിനെ എതിർക്കാൻ ഏത് കോടതിയെ കൊണ്ടാ കഴിയുക? നമ്മൾ നല്ല നിലയ്ക്ക് നിന്നാൽ നല്ല നിലയ്ക്ക് ജീവിക്കാം. കാണപ്പെട്ട ദൈവമല്ലേ അദ്ദേഹം. ആട്ടെ, ലക്ഷ്മിയമ്മയ്ക്ക് അറിയാമോ ഈ പ്രശ്നങ്ങളുടെ കാണിക്കല്ല ആരാണെന്ന്? എനിക്കറിയില്ല. എന്നാൽ അറിയണം. കലികാലത്തിന്റെ അവതാരമാണവൻ. ശിവന്റെ പേരുണ്ടെന്നേ ഉള്ളൂ. ആ ഗുണത്തിന്റെ 1000-ൽ 1 അംശം അവനില്ല. അവൻ ഒറ്റ ഒരുത്തിനാണ് ഈ നാട് വെണ്ടീറാക്കാൻ പോകുന്നത്. ഞാൻ അതൊന്നും അന്വേഷിച്ചിട്ടില്ല. അന്വേഷിക്കണം. അവസാനം പോലീസും പട്ടാളവും വരാൻ പോകുന്നത് ഇങ്ങോട്ടാണ്. അവൻ ഇവിടെ താമസിക്കുകയാണെങ്കിൽ നിങ്ങളും പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടതായിട്ട് വരും. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അവനോട് ഒഴിഞ്ഞു തരാൻ പറയണം. അതിന് വാടക വേണമെങ്കിൽ മുതലാളി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശിവനെ ഒഴിപ്പിക്കുന്നില്ല. അതിനുവേണ്ടി വെളിച്ചപ്പാട് തുള്ളിയാൻ വേണ്ട. എന്തു വന്നാലും അവൻ ഇവിടെ തന്നെ താമസിക്കും. അവനെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനാവാത്ത ഒരു ചുറ്റുപാടില്ല. അതെന്താ? മിക്കവാറും അവൻ അവിടെ അങ്ങ് കൂടും. അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. നിങ്ങൾ തെളിച്ചു പറയോ വെളിച്ചപ്പാട്? അവനെ ഒഴിപ്പിച്ചു വിട്ടാലേ മടത്തിൽ പിറക്കാൻ പോകുന്ന കുഞ്ഞിന് തന്ത കാണുകയില്ല. ഞെട്ടണ്ടോ അമ്മതേ? ഉള്ളത് പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും പിടിക്കൂല. ആ തള്ള കരഞ്ഞോണ്ട് പറഞ്ഞതല്ലേ അവനെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ പറ്റില്ലെന്ന്. അടച്ചോനെ, ഓ നമ്മളെ പേര് വിടക്കാക്കിയോ? എന്തായി വെളിച്ചപ്പാട്?
അവിടെ ഒന്നും ഏൽക്കുന്നില്ല. എന്തു വന്നാലും അവൻ അവിടെ തന്നെ താമസിപ്പിക്കുമെന്ന ലക്ഷ്യമേമ പറയുന്നത്. ശരി, താമസിപ്പിക്കട്ടെ. പക്ഷേ നമ്മുടെ മറ്റു വെടിയും കൊണ്ടു. നന്ദിനിക്കുട്ടി ഇപ്പൊ ഗർഭിണിയാണെന്നാ വെച്ച് കാച്ചിരിക്കുന്നത്. അവന്റെ അവിടുത്തെ താമസവും ഊണും ഉറക്കും ഒക്കെ കണ്ടാൽ ആളുകൾ വിശ്വസിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നല്ല പ്രചരണം കൊടുക്കണം, ആളുകൾ അവനെ വെറുക്കണം. അതിനുവേണ്ടി ഒരിക്കൽ കൂടി ഉറഞ്ഞു തുള്ളാൻ ഞാൻ തയ്യാറാണ്. ചാവടിയിൽ നിന്ന് ഒഴിപ്പിച്ചില്ലെങ്കിൽ അവൻ താനേ ഒഴിഞ്ഞുകൊള്ളു. ഇത് വാസ്തവമാണെങ്കിൽ അവനെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നത് തെറ്റല്ലേ? വാസ്തവമാണോ അല്ലേ എന്നതല്ല പ്രശ്നം. അവൻ ഈ നാട് വിടണം. അതിന് ഇതല്ല, ഇതിനപ്പുറവും പ്രയോഗിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഇതൊന്നും അറിയില്ല. എന്റെ മുഖത്ത് നോക്കി ധിക്കാരം പറഞ്ഞിട്ടുള്ളവനാണ്. കുറെ വിവരമില്ലാത്തവരുടെ പിന്തുണയും വെച്ചുകൊണ്ട് എന്നെ തോപ്പിക്കാമെന്നാണ് അവന്റെ വിചാരം. ഒന്ന് കാണാമല്ലോ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന്. അപ്പോ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി. അതെ, ദേവി മഹാമായി, മഹാമായി. പിന്നെന്തൊക്കെയാണ് എന്നെ പറ്റി കേട്ട പരാതികൾ? പിന്നെയൊന്നും കേൾക്കാൻ ഞാൻ നിന്നില്ല. അല്ലെങ്കിൽ ദേഷ്യം വന്ന വല്ലതുമൊക്കെ പറയുമായിരുന്നു. അതേതായാലും നന്നായി. അച്ഛനും കൂട്ടുകാരും എന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രീദേവി എന്നെ പറ്റി നല്ലത് എന്തെങ്കിലും പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കുമെന്നറിയാമോ? ഞാൻ ശ്രീദേവിയെ വലയിൽ വീഴ്ത്തിയിരിക്കുകയാണെന്ന്. വിചാരിച്ചോട്ടെ, എന്താ പേടിയുണ്ടോ? പേടിയോ? എനിക്കുള്ള ഒരേ ഒരു പോരായ്മ പേടിയില്ല എന്നുള്ളതാണ്. ശ്രീദേവിയെ കുറിച്ച് ഓർക്കുമ്പോൾ മാത്രമേ എനിക്ക് വിഷമം. എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. അവരെന്തു പറഞ്ഞാലും ശിവേട്ടനെ എനിക്കറിയാമല്ലോ. മുഴുവൻ അറിയില്ല. അറിയുമ്പോൾ ശ്രീദേവി ഒരുപക്ഷെ എന്നെ വെറുത്തുന്നത്. എപ്പോഴും എതിരല്ലേ പറയൂ. അതല്ല, ഞാൻ എല്ലാം അഡ്വാൻസായി ചിന്തിക്കുന്നവനാണ്. ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നേരത്തെ ഒരു ധാരണ ഉണ്ടായാൽ പിന്നെ ആ സമയത്ത് വിഷമിക്കേണ്ടി വരില്ല. എന്ത് വിഷമം ഉണ്ടായാലും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. മോളെ തങ്കമണി, എന്താ മോളെ? എന്താ മോളെ? മോളെ മോളെ എന്ത് പറ്റി മോളെ? നാണിയമ്മേ, നാണിയമ്മേ, ഒന്നിങ്ങ് ഓടി വന്നേ. എന്താ വെളിച്ചപ്പാടെ? തങ്കമണി പെട്ടെന്ന് മയങ്ങി വീണു. കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. മോളെ തങ്കമണി, തങ്കമണി. തങ്കമണിക്ക് വയറ്റിലുണ്ടെന്നാ തോന്നുന്നത്. ഞാൻ പോട്ടെ. പോട്ടെ മോളെ. നീ വിഷമിക്കണ്ട മോളെ, ഇതും ഒരു കണക്കിന് നല്ലതാണ്. ഞാൻ മുതലാളിയോട് ചെന്ന് പറയാം, രവിയുടെയും നിന്റെയും കല്യാണം ഉടനെ നടത്തണമെന്ന്. പക്ഷേ എന്നെ നശിപ്പിച്ചത് രവിയേട്ടനല്ല, പിന്നെ അച്ഛന്റെ ദൈവം, ആ മുതലാളി. വെളിച്ചപ്പാട് ഇത് കുടിക്കൂ, എന്നിട്ട് സമാധാനമായി ആലോചിക്കൂ. മതി, കുടിച്ചെടുത്തോളം മതി. ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ എനിക്ക് സമാധാനമാകൂ. തങ്കമണി ഗർഭിണിയാണെങ്കിൽ അനുയോജ്യനായ ഒരുത്തൻ അവളെ വിവാഹം കഴിക്കും. നമ്മുടെ തങ്കപ്പനുണ്ടല്ലോ, അവൻ നല്ലവനാ. തങ്കമണി എന്ന് വെച്ചാൽ അവന് ജീവനാ. ഞാൻ അവനോട് പറയാം. തങ്കപ്പനെ ഏൽപ്പിക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. നീ എനിക്ക് ഒന്ന് വാക്കിനെ പറ്റി ചോദിക്കാനാണ്. ആ ഒറ്റ വിശ്വാസത്തിൽ നീ ചെയ്ത എല്ലാ കൊള്ളരായ്മയ്ക്കും കൂട്ടിട്ടവനാണ് ഞാൻ.
എന്നിട്ടിപ്പോൾ എന്നോട് ഈ ചതി ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? അന്ന് നാം ഒരേ തരക്കാറായിരുന്നു. ഇന്ന് ഞാൻ മുതലാളിയാണ്. പക്ഷേ എന്റെ മുമ്പിൽ നീ ഇന്നും പരമു തന്നെയാണ്. സ്വത്തിന് വേണ്ടി സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുത്ത പരമു. എടാ, നിനക്ക് നിന്റെ മോളോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം എനിക്ക് എന്റെ കുഞ്ഞിനോടുണ്ടടാ. അവൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. എന്നിട്ട് നീയും എനിക്കിത് വരണം. അടിച്ചുകളിക്കാരുടെ മാനെ കൊണ്ട് അമ്പരം വിഴുങ്ങിച്ചവനാണ് ഞാൻ. നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയിൽ അപവാദം അടിച്ചേൽപ്പിച്ചവനാണ് ഞാൻ. അധ്വാനിക്കുന്നവർക്ക് വേണ്ടി വാദിച്ച ശിവനെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ ശ്രമിച്ചവനാണ് ഞാൻ. എനിക്കിത് കിട്ടണം. വെളിച്ചപ്പാടെ, മര്യാദ വഴികളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഭീഷണിപ്പെടുത്താനാണ് ഭാവമെങ്കിൽ നീ എന്നെ കൊല്ലുമായിരിക്കും. അതിനു മുൻപ് എനിക്ക് നിന്റെ മുഖം മൂടി പൊളിച്ചു മാറ്റണം. ഇനി നിനക്ക് രക്ഷയില്ല. പരമു, നിന്റെ കഴുത്തിൽ കാലൻ കയറ് മുറുക്കി തുടങ്ങി. എന്താ, കിട്ടാനുള്ളതൊക്കെ കിട്ടിയോ? ഞാൻ എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും? ശിവൻ സർവ്വവ്യാപിയാണ്. എനിക്ക് താല്പര്യമുള്ളവരുടെ ചുറ്റും ഞാൻ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും. കുഞ്ഞെ, ആ ദുഷ്ടൻ എന്റെ മോളെ. ദുഷ്ടൻ നിങ്ങളുടെയൊക്കെ കാണപ്പെട്ട ദൈവം അല്ലേ? അവനെ ദൈവമാക്കിയത് ഞാനും കൂടി ചേർന്നാണ്. കുഞ്ഞിനറിയില്ല, ഈ നാട്ടുകാരുടെ എല്ലാം വാമൂടി കെട്ടിയാണ് അവൻ മുതലാളിയായത്. അതിനു മുമ്പ് അവൻ ആരായിരുന്നെന്ന് കുഞ്ഞിനറിയാമോ? അടിച്ചു തെളിക്കാരി പാർവമ്മയുടെ മകൻ. നിത്യവും പടച്ചോറിന് വേണ്ടി പൂജാരിയുടെ മുമ്പിൽ ഓച്ചാനിച്ചു നിന്നിരുന്ന പരമു. ദേവിയുടെ സ്വർണ്ണ വിഗ്രഹം മോഷ്ടിക്കുമ്പോൾ തടുക്കാനെത്തിയ പൂജാരി അമ്പലക്കുളത്തിൽ മുക്കിക്കൊന്ന പരമേശ്വരൻ പിള്ള. അന്ന് നിങ്ങളൊക്കെ ഒറ്റക്കെട്ടായിരുന്നു അല്ലേ? അന്ന് നിങ്ങളുടെ ക്രൂരതയുടെ മുഖം നേരിട്ട് കണ്ട പൂജാരിയുടെ മകനെ ഓർമ്മയുണ്ടോ? സുധാകരൻ. ഓർമ്മയില്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ, ഈ മുഖത്തേക്ക്. അതെ, സുധാകരൻ. അടങ്ങാത്ത പ്രതികാരദാഹവുമായി തിരിച്ചു വന്ന സുധാകരൻ. എന്നെ ശിക്ഷിക്കുഞ്ഞ്. തെറ്റുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മാപ്പ് ചോദിക്കാൻ പോലും എനിക്ക് അവകാശമില്ല. ഞാൻ ശിക്ഷിക്കാതെ തന്നെ വേണ്ടത്ര ശിക്ഷ അനുഭവിച്ചവനാണ് നിങ്ങൾ. കുഞ്ഞെ, എനിക്ക് അവനോട് പകരം ചോദിക്കണം. അവൻ ചെയ്ത കുറ്റങ്ങൾക്കുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. എവിടെ വേണമെങ്കിലും ഞാനത് പറയാം. ശരി, വെളിച്ചപ്പെടുപ്പ പോകൂ. നമുക്ക് നാളെ കാണാം. എനിക്ക് കുറച്ച് ജോലികൾ കൂടിയുണ്ട്. കാലൻ കയറുമുറുക്കുന്നത് ഞാനും കണ്ടു. അത് എനിക്കോ നിനക്കോ? എങ്ങനെ ചാകാതിരിക്കും? പെമ്പിള്ളേര് പിഴച്ചു പോയാൽ അഭിമാനമുള്ള തന്തമാർ പിന്നെ ആത്മഹത്യ അല്ലാതെ എന്ത് ചെയ്യും? ശരിയാ, 4 പേരുടെ മുഖത്ത് നോക്കണ്ടേ? ആ തങ്കമ്മയുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടത്തെക്കാളേറെ ദേഷ്യ വരണത്. അച്ഛനെ കൊല്ലിച്ചു, ആരുടെ കൊച്ചിനെ വയറ്റിലാക്കി. ഇനി അവൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ ഒക്കുവോ? എന്നോട് 1000 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, എന്റെ പൊന്ന് തങ്കപ്പേട്ട എന്നെ കെട്ടിക്കോ കെട്ടിക്കോ എന്ന്. എനിക്കെന്തേ മനസ്സിലായി അവൾ അല്പം പെശകാണെന്ന്. അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറി. കാര്യം ഞാൻ എല്ലാവർക്കും പരസഹായം ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇതിപ്പോ പെണ്ണ് പിഴച്ചു പോയില്ലേ? ഏത് ദ്രോഹിയാണ് അവളെ പഴപ്പിച്ചതെന്ന് ആലോചിക്കുമ്പോ എന്റെ ദൈവമേ, അവന്റെ തലയില് തങ്കമണി, നീ എന്നോട് ക്ഷമിക്ക്.
അറിയാതെ ഞാനൊരു തെറ്റ് ചെയ്തു പോയി. അതിന് പ്രായച്ചിത്തം ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. നിനക്ക് നല്ലൊരു കല്യാണം ഞാൻ നടത്തിവെക്കും. വേണ്ട മുതലാളി, എനിക്കിനി ഒരു ജീവിതം വേണ്ട. അങ്ങനെ പറയരുത്. തങ്കപ്പന് നിന്നെ ജീവനാണ്. പക്ഷേ മറ്റൊരാളുടെ കുട്ടിയെ അവനിൽ അടിച്ചേൽപ്പിക്കുന്നത് തെറ്റല്ലേ? അതുകൊണ്ട് നമുക്കതങ്ങ് കളയാം. ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണക്കാരൻ ഞാനാണ്. ഞാൻ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ദൈവം എനിക്ക് മാപ്പ് തരില്ല. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി. ഇതാ, ഇത് കുടിച്ചാൽ മതി. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനിയെങ്കിലും നിനക്ക് നല്ലൊരു ജീവിതമുണ്ടാവും. നാളുകൾ നീണ്ടുപോയാൽ ഇതുകൊണ്ടും കഴിഞ്ഞില്ലെന്ന് വരും. കുടിക്കേ. തങ്കമണിയുടെ മരണത്തെ പറ്റി വല്ല അറിഞ്ഞോ ജമാലെ? ഓ, അതും വെളിച്ചപ്പാടിനെ പോലെ ആത്മഹത്യ തന്നെ. ദുർമരണങ്ങളെ പറ്റിയേ കേൾക്കാനോ? എങ്ങനെ മരിച്ചാലും അത് ആത്മഹത്യയാക്കി മാറ്റിയെടുക്കാനുള്ള കഴിവ് നമ്മുടെ നാട്ടുകാർക്ക് കൂടുതലാണ്. ആ പെണ്ണൊരുത്തി കാരണം ആ ഒരു കുടുംബം തകർന്നത്. ആ തള്ളയില്ലാത്ത കുട്ടിയല്ലേ, വഴി തെറ്റാൻ എളുപ്പമായിരുന്നു.